ഹലോ ഹായ്. ഇന്ന് നമുക്ക് കുറച്ച് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മത്തി പിന്നെ നല്ല വിലയുണ്ട്, 160 രൂപയാണ്. അപ്പം ഞാൻ കുറച്ച് മത്തി വാങ്ങി ഇത് ഇനി വെട്ടിക്കൊണ്ട് വരാം. നമുക്ക് തിന്നിട്ടൊന്ന് മുളകിട്ടൊന്ന് വറുത്തങ്ങെടുക്കാം. മോള് കുറേ ദിവസമായി പറയുന്നത് പച്ച മസാലയിൽ നമുക്ക് മത്തി ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനും വിചാരിച്ചെന്ന് ആയിക്കോട്ടെ എന്ന്. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ്റെ മുട്ടയുണ്ട് കേട്ടോ മീൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, നാരങ്ങ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് പുതിനയില ചേർക്കാം കേട്ടോ, ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് പോയി അരച്ചിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ മിക്സീൻ്റെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ അതിനകത്തോട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ടു. ഇനി അടുത്തതായിട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിനകത്തോട്ട് കുരുമുളകും പച്ചമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ചട്ടിയിലോട്ട് മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് അരപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് ഇളക്കുക. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതേ നമ്മുടെ മീൻ ഫുള്ള് മുളകൊക്കെ പരട്ടി നമ്മുടെ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒരു അരമണിക്കൂർ. അതിന് ശേഷം നമുക്കെടുത്ത് വറക്കാം കേട്ടോ. നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു 3/4 മണിക്കൂറോളം മസാല പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊണ്ട് വറുക്കാം. നമ്മൾ മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ മീനെല്ലാം വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇതേ നമ്മുടെ മീൻ വറുത്തതും അതുപോലെ തന്നെ നമ്മുടെ മീനിൻ്റെ മുട്ട വറുത്തതും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം കേട്ടോ. ഇതേ നമ്മുടെ മീനിൻ്റെ മുട്ട വറുത്തതാണ്. ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞാൻ മീൻ വറുത്തും ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.